വിഷ്ട മിനിസ്ട്രീസ് ബ്രെഡ് ഓഫ് ലൈഫിലേക്ക് സ്വാഗതം. 2020 ഒക്ടോബർ 31 സിറോ മലബാർ സഭ വിശുദ്ധ കുർബാന മധ്യേ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ. വിശുദ്ധ യൂദായുടെ ലേഖനം 1-ാം അധ്യായം 5 മുതൽ 7 വരെയും, വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായം 17 മുതൽ 23 വരെയും തിരുവചനങ്ങൾ. ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, സ്നേഹവന്ദനം. ക്രിസ്തുവിനെ ഏറ്റുപറയുക എന്നത് ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയോഗമായി നാം കാണണം. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു എപ്രകാരമാണ് അനുഭവപ്പെട്ടതെന്ന്, ക്രിസ്തുവിനെ എങ്ങനെയാണ് നമ്മുടെ ജീവിതം അനുഭവിച്ചതെന്ന് മറ്റുള്ളവരോട് പറയാൻ നമുക്ക് ബാധ്യതയുണ്ട്. അത് കേവലമായി അധരം കൊണ്ടല്ല, ജീവിതം കൊണ്ടാണ് പറയാൻ കഴിയേണ്ടത്. എന്തുകൊണ്ട് ഇവനിങ്ങനെ മാറുന്നു എന്ന ചോദ്യമാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്താനുള്ള ഏറ്റവും നല്ല മാർഗം. പഴയ രീതിയിൽ നിന്ന്, സാമാന്യ ജീവിതത്തിൽ നിന്ന് ഒരാൾ മാറി നടക്കുന്നു, പഴയതുപോലെ അല്ലാതെ ജീവിക്കുന്നു, പഴയതുപോലെ അല്ലാതെ പ്രവർത്തിക്കുന്നു. അപ്രകാരം ഒരുവനെ അവഗണിക്കാൻ ലോകത്തിന് സാധ്യമല്ല. ലോകത്തിൻ്റെ പതിവ് വഴികളെ വിട്ട് ഒരാൾ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ ലോകം വിസ്മയം പൂണ്ട് അയാളിലേക്ക് തിരിയും. അപ്പോഴാണ് ആരാണ് ഇതിൻ്റെ പുറകിൽ, എന്താണ് ഇതിന് കാരണം എന്ന് പറയാൻ അവൻ അവസരം ലഭിക്കുക. സാക്ഷ്യത്തിൻ്റെ ജീവിതം അങ്ങനെയാണ്. സാധാരണ രീതിയിൽ നിന്ന് സംഭവിക്കുന്ന സാക്ഷ്യങ്ങൾ അങ്ങനെയല്ല. സാധാരണ രീതിയിൽ സംഭവിക്കുന്ന സാക്ഷ്യങ്ങൾ ഞാൻ സുഖപ്പെട്ടു, എനിക്ക് കിട്ടി എന്നൊക്കെ പറയുന്ന പതിവ് കാഴ്ചകളാണ്. ഈ പതിവ് കാഴ്ചകൾ യഥാർത്ഥത്തിൽ ഫലം ചെയ്യുകയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. സുവിശേഷത്തിൽ ഒരു അന്ധൻ ഇങ്ങനെ ഏറ്റുപറയുന്നതാണ്. അന്ധൻ സുഖം പ്രാപിച്ചു. ക്രിസ്തു അവൻ്റെ കണ്ണിൽ ചെളി പുരട്ടി അവനോട് സിലോഹായിൽ പോയി കഴുകാൻ പറഞ്ഞു. അവൻ സുഖം പ്രാപിച്ചു. അങ്ങനെ സുഖം പ്രാപിച്ച ഒരുവനെക്കുറിച്ച് ചോദിക്കുകയാണ്, അവൻ സുഖം പ്രാപിച്ചതെങ്ങനെ? അന്ധൻ പറയുന്നുണ്ട്, അവൻ എന്നെ സുഖപ്പെടുത്തി. അത് കേട്ടിട്ട് ഫരിസയർക്കും നിയമജ്ഞർക്കും ബോധ്യപ്പെടുന്നില്ല. ഇവൻ അന്ധൻ്റെ മാതാപിതാക്കളെ വിളിച്ച് ചോദിക്കുന്നു, ഇവൻ തന്നെയാണോ നിങ്ങളുടെ മകൻ? ഇവൻ അന്ധനായിട്ടാണോ പിറന്നത്? അന്ധനായി പിറന്നവനെ ക്രിസ്തു സുഖപ്പെടുത്തിയെന്ന് വിശ്വസിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അവർ പറയുന്നുണ്ട്, നിങ്ങൾ അവനോട് തന്നെ ചോദിക്കുക, അവനാണല്ലോ സുഖപ്പെട്ടത്. അവൻ പറയും. കാരണം യേശുവിനെ ഏറ്റുപറഞ്ഞാൽ അവരെ സിനഗോഗിൽ നിന്ന് പുറത്താക്കുമെന്ന്, ദേവാലയത്തിൽ നിന്ന് പുറത്താക്കുമെന്ന് തീരുമാനമുണ്ട്. അത്തരത്തിലൊരു തീരുമാനമുള്ളതുകൊണ്ട് യഹൂദരെ ഭയന്ന് അവർ സാക്ഷ്യം പറയാനായിട്ട് മടിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ സാക്ഷ്യം എങ്ങനെയാണ് പറയേണ്ടതെന്ന് സുവിശേഷം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. നാം ക്രിസ്തുവിനെ ഏറ്റുപറയേണ്ടത് നമ്മുടെ ജീവിതത്തിൻ്റെ നാഥനും രക്ഷകനുമായിട്ടാണ്. അന്ധൻ പിന്നീട് അത് ഏറ്റുപറയുന്നുണ്ട്. ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, ഈ ഒരു ഏറ്റുപറച്ചിൽ ജീവിതത്തിൻ്റെ നിരന്തരമായ പ്രയോഗ വഴിയിൽ ഉണ്ടാകണമെന്നാണ് വചനമെന്ന് ഓർമ്മിപ്പിക്കുക. അങ്ങനെ ഏറ്റുപറയുമ്പോഴാണ് രക്ഷ അനുഭവിക്കാൻ പറ്റുക. യഥാർത്ഥത്തിൽ പാപത്തിന് ശിക്ഷ ഉറപ്പായിട്ടുമുണ്ട്. അത് ഇവിടെ വച്ചല്ലെന്ന് മാത്രം. ഇവിടെ വച്ചാണ് പാപത്തിന് ശിക്ഷ എന്നാണ് യഹൂദർ കരുതിയിരുന്നത്. അങ്ങനെ ശിക്ഷിക്കപ്പെട്ട ഒരാളാണ് അന്ധനെന്ന് അവർ തെറ്റിദ്ധരിച്ചിരുന്നു. അങ്ങനെ പറയുന്നുണ്ട്, പാപത്തിൽ ജനിച്ച ഒരാൾക്ക് ദൈവം ഉത്തരം കൊടുക്കില്ലല്ലോ, ഇവൻ പ്രാർത്ഥിച്ചപ്പോൾ ഉത്തരം തന്നല്ലോ. എന്താണ് യഥാർത്ഥത്തിൽ പാപത്തിനുള്ള ശിക്ഷ? അത് ഇവിടെ വച്ചല്ല. പഴയ നിയമത്തിൽ പറയും, സോദോം ഗൊമോറയെക്കുറിച്ച് പറയും. അതേപോലെ വിധി ദിനത്തിലേക്ക് സൂക്ഷിക്കപ്പെട്ട മാലാഖയെക്കുറിച്ച് പറയും. തെറ്റ് ചെയ്തവരെ ഉടനടി ശിക്ഷിക്കുന്നൊരു ദൈവത്തെയാണ് പഴയ നിയമം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഏറ്റവും പ്രിയപ്പെട്ടവരെ, ആ ശിക്ഷയിൽ നിന്ന് മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരുന്ന ആ ശിക്ഷാവിധിയിൽ നിന്ന്, ഉടനടിയുള്ള ശിക്ഷയിൽ നിന്ന് അവനെ വിമോചിപ്പിക്കുകയും നിത്യരക്ഷയുടെ കവാടം തുറന്നു തരികയുമാണ് ക്രിസ്തു. അതുകൊണ്ട് ഈ ജീവിതം ക്രിസ്തുവിനോട് ചേർത്ത് വയ്ക്കാൻ കഴിയണം. ഈ ജീവിതത്തിൽ ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുന്നവരായി ജീവിക്കാൻ നമുക്ക് കഴിയണം. അപ്രകാരം നാം ചെയ്യുമ്പോൾ, നാം സാക്ഷ്യപ്പെടുത്തുന്നവരായിട്ട് മാറുമ്പോൾ, ക്രിസ്തുവിനെ ഏറ്റുപറയുമ്പോൾ, ജീവിതം കൊണ്ട് അത് പ്രകാശിപ്പിക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ വചനത്തെ ഹൃദയത്തിൽ മുറുകെ പിടിക്കുമ്പോൾ നമുക്ക് നിത്യരക്ഷയുടെ പാതയിലൂടെ മുൻപോട്ട് പോകാൻ പറ്റും. അപ്രകാരം ഒരു ജീവിതം നയിക്കാനാണ് ഞാൻ നിങ്ങളും വിളിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് ജപമാല മാസാചരണത്തിൻ്റെ അവസാന ദിനം പ്രത്യേകിച്ച് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. മറിയം നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നുണ്ട് എന്ന ഒരു സാധാരണ കാര്യം മാത്രം ഓർത്താൽ പോരാ. മറിയം നമ്മെ വിളിക്കുന്നത് ക്രിസ്തുവിനെ അനുഗമിക്കാനാണ്, ക്രിസ്തുവിന് സാക്ഷ്യമായിട്ട് ജീവിക്കാനാണ്. ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ക്രിസ്തുവിനെ വെളിപ്പെടുത്തിയ ജീവിതമാണ് മറിയത്തിൻ്റേത്. ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളെയും പരിശുദ്ധ മറിയത്തോട് ചേർന്ന് ക്രിസ്തുവിന് സാക്ഷ്യമായി ജീവിക്കാൻ നമുക്ക് കഴിയണം. ജപമാല അർപ്പിക്കുമ്പോഴും അതേപോലെ തന്നെ മറിയത്തിൻ്റെ സ്തുതിക്കായി പ്രാർത്ഥിക്കുമ്പോഴുമൊക്കെ നാം തിരിച്ചറിയേണ്ടത് അവിടെ കേവലമായൊരു ഭക്തിയോ വണക്കം മാത്രമല്ല അതിൻ്റെ പുറകിലുള്ളത്, ഒരു വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലാണ്. മറിയത്തോടൊപ്പം നാം യാത്ര ചെയ്യുമ്പോൾ, ക്രിസ്തുവിൻ്റെ പീഡാനുഭവ രഹസ്യങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ, രക്ഷാക രഹസ്യങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ലോകത്തിന് മുൻപിൽ നാം വെളിപ്പെടുത്തുന്നത് ക്രിസ്തുവിൻ്റെ മനോഭാവത്തിൽ എങ്ങനെ ജീവിക്കണമെന്നാണ്. അപ്പോൾ ക്രിസ്തു മനോഭാവത്തിൽ ജീവിച്ചുകൊണ്ടും നാം ധ്യാനിക്കുന്ന ജപമാല രഹസ്യങ്ങളെ ജീവിത പ്രയോഗ വഴിയിൽ നിറവേറ്റിക്കൊണ്ടും അതിനാവശ്യമായ ഒരു നിലപാടെടുത്തുകൊണ്ടും മുൻപോട്ട് പോകാൻ നമുക്ക് കഴിയണം. നാം ധ്യാനിക്കുന്നുണ്ട്, എല്ലാ രഹസ്യങ്ങളും ധ്യാനിക്കുന്നുണ്ട്. രഹസ്യങ്ങൾ ധ്യാനിക്കുന്നത് കേവലം പ്രാർത്ഥനാനുഭവത്തിൻ്റെ ഒരു തലത്തിൽ മാത്രം നിർത്താതെ ജീവിതത്തിലേക്ക് അതിനിറക്കിക്കൊണ്ടുവരാൻ പറ്റണം. അപ്പോൾ മറിയത്തോട് ദൈവദൂതൻ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ വാക്കുകൾ ശ്രവിക്കാൻ നമുക്ക് കഴിയും.
അതിന് ഇതാ കർത്താവിൻ്റെ ദാസൻ ദാസി എന്ന് പ്രത്യുദ്ധരിക്കാൻ നമുക്ക് കഴിയും. തുടർന്ന് ഓരോ നിമിഷവും മറിയം അനുഭവിച്ച ജീവിത വഴി, ക്രിസ്തു അനുഭവിച്ച ജീവിത വഴിയെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ സാധാരണത്വങ്ങളെ പരിമളപൂരിതമാക്കും. അത് മറ്റുള്ളവർക്ക് അനുഭവമാകും. ഒപ്പം തന്നെ നാം ഓരോരുത്തരും രക്ഷയുടെ സൗഭാഗ്യം ഭൂമിയിൽ വെച്ച് തന്നെ മുന്നാസ്വദിക്കാൻ ഇടയാവും. അതിനാവശ്യമായ കൃപാവരങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥവും പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.